അപ്പോൾ ഗൈസ് നമ്മൾ ഈസി ആയിട്ടുള്ള മലബാർ ബിരിയാണി തയ്യാറാക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയത് ചിക്കനാണ്. ഞാനിവിടെ ഒരു 1 kg ചിക്കനാണ്. അതിൽ ആദ്യം നമുക്ക് ഒരു ഹാഫ് ലെമൺ ചേർത്താം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പെപ്പറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അവസാനം നല്ല രീതിയിൽ ഈ മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നല്ല പോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു 3 തക്കാളി, 4 സവോള, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, അതല്ലാതെ സെപ്പറേറ്റ് ഒരു 5 സവോള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ഒന്ന് അരയ്ക്കുക. ഓക്കെ, നമ്മൾ അരച്ച ശേഷം നമുക്ക് ഇതുപോലെ പരുവത്തിൽ കിട്ടണം. ഓക്കെ, ഇതാണ് അതിൻ്റെ മസാല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചുള്ള സവോള, പിന്നെ കുറച്ച് ഡാൽഡ, 2 പാക്കറ്റ് ഡാൽഡയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സൂക്ഷിക്കണം, ഇത് അധികം കരിയാതെ നോക്കണം. സോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ നമ്മളത് വറുത്തെടുക്കണം. സോ 2 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തത് ഡാൽഡ. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റുന്നൊരു ബിരിയാണിയാണ്, ബാച്ചിലേഴ്സിന് മെയിനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ഇതിൽ കുറച്ച് പഞ്ചസാര ഇടുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. സോ ഏകദേശം നമ്മൾ റെഡിയായി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ കൂടുതൽ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുക്കുക. സോ ഞാൻ ഇവിടെ 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തു. അതിൽ 2 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തുന്നത്. 5 പേർക്കുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ആവശ്യത്തിന് എടുക്കുക. അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ നെയ്യിൽ കിടന്ന് അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിരിയാണീൻ്റെ സ്പെഷ്യൽ ഇതന്നെ. അത് നല്ലോണം ഒന്ന് ഞാൻ ഉള്ളി വാട്ടിയപ്പോൾ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വാട്ടി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി വേറെ സവോള എടുത്ത് വെച്ചത് നമ്മൾ കുറച്ചും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ സവോള നല്ലോണം വാടുന്ന വരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. ഏകദേശം സവോള ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മളുടെ ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ചേർക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നൊരു സംഭവം. നല്ല പോലെ ഫുള്ള് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ട് നല്ല പോലെ അതൊന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യുന്നു. എല്ലാം ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് ഒരു കുക്കറിലൊരു ദം ബിരിയാണി ഉണ്ടാക്കുന്നത് വെച്ചാൽ ബാച്ചിലേഴ്സിന് അടിപൊളിയായി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത്, അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെറും 1 വിസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിൻ്റെ പരിപാടി നോക്കാം. അരി ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നമുക്ക് പട്ട ഇട്ട് കൊടുക്കുക, പട്ട, ഗ്രാമ്പ് എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരി ചേർക്കുകയാണ്. ബിരിയാണി അരിയാണിത്. അപ്പോൾ ബിരിയാണി അരി നമ്മൾ ചേർക്കുകയാണ്. ചേർത്തിട്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കുമ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ദം വയ്ക്കുമ്പോൾ ഇനിയും കൂടുതൽ വേവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൽ കുറച്ച് തൈര് ആഡ് ചെയ്യുക. അപ്പോൾ ആ പുളിപ്പിന് ആവശ്യത്തിനുള്ള തൈര് ആഡ് ചെയ്യുക.
ഞാനിവിടെ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്, വീട്ടിൽ ചെയ്ത തൈരാണ്. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറ് നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. അടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് തക്കാളി, നമ്മൾ 3 തക്കാളി വെച്ചില്ലേ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് നമ്മളത് ചേർത്തുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ അരി എന്തായി നോക്കാം. അരിയിൽ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുക. ഒരു 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. ഏകദേശം വെന്തിട്ടുണ്ട് അരി, ഫുള്ള് വേണ്ട. ഏകദേശം വെന്ത പരുവത്തിൽ നമ്മൾ എടുക്കുക. എടുത്തിട്ട് നല്ലോണം വെള്ളം ഊറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരി എന്ത് ചെയ്യുന്നു, നമ്മുടെ ചിക്കന് തക്കാളിയെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ചാറ് എടുത്ത് വെക്കാം. ഓക്കെ, സോ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവസാനം നമുക്ക് യൂസ് ആവും. ഇനി നമ്മൾ ആ ക്രിസ്പി ആയിട്ടുള്ള സവോള ഒന്ന് പൊടിയായിട്ട് ഇതിൽ വിതറി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മളത് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, ഇത് സവോള കരിയാതെ നോക്കണം. ഇത് കരിഞ്ഞു പോയതിൻ്റെ ഫുൾ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അരി ഒന്ന് ഇട്ട് കൊടുക്കുക. പതുക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചാറ് എടുത്ത് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഇടയിൽ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ആ ക്രിസ്പി ആയിട്ടുള്ള സവാള എടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. പിന്നെ നമ്മൾ മല്ലിയില, അണ്ടിപ്പരിപ്പ് എന്നൊക്കെ എല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ റൈസ് ഇട്ട് വെക്കുക. സോ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ വീണ്ടും അതേപോലെ ആ ചാറ് ഒഴിച്ചെടുക്കുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. സോ ഇതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു 2 മിനിറ്റ് ദമ്മ് ആക്കി വെക്കുന്നുണ്ട്. വെച്ച ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ദമ്മെന്ന് പറയുന്നത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹീറ്റിൽ നല്ലോണം അരിയും വെന്തിട്ടുണ്ട്, ചിക്കനും വേവും. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കാം. കണ്ടോ, അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണെന്ന് ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. കണ്ടോ, പീസൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. എൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. സോ ഞാനൊരു 5 പേർക്ക് ഉള്ളതാണ് സെർവ് ചെയ്യുന്നത്. 5 പേർക്കുള്ള പീസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. സോ റൈസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ സാധാ ഒരു ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. സോ ബാച്ചിലേഴ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.